മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈശോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, ഒരു പാപിനിയായ സ്ത്രീയെ കുറെ പേര് കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഇവള് വ്യഭിചാരിണിയാണ്, ഇവളെ എന്ത് ചെയ്യണം? നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഈശോ അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. തുടർന്ന് ഈശോ കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശോ തലയുയർത്തി നോക്കിയപ്പോൾ ആ സ്ത്രീ മാത്രം അവിടെ നിൽക്കുക, ബാക്കി ആരും അവിടെ ഇല്ല. അപ്പൊ ഈശോ അവളോട് ചോദിക്കുന്നു, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ ഇല്ല എന്ന് പറയുമ്പോൾ ഈശോ അവളോട് പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ദൈവത്തിന്റെ അനന്തമായ കരുണയും സ്നേഹവുമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തരിക. കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ട പാപം ചെയ്തവളെ തന്റെ മുൻപിൽ കൊണ്ടു നിർത്തുമ്പോൾ അവളെ വിധിക്കാതെ ഇനി പാപം ചെയ്യരുത് എന്നുള്ള ഒരു ഉപദേശം നൽകി ഈശോ പറഞ്ഞയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ കരുണയാത്. മനുഷ്യന്റെ പാപങ്ങളിലേക്ക് നോക്കി, മനുഷ്യന്റെ കുറവുകളിലേക്ക് നോക്കി അവനെ ശിക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഉപരിയായിട്ട് മേലിൽ പാപം ചെയ്യരുത് എന്ന് നമ്മോട് അരുളി ചെയ്യുകയും നമ്മുടെ മുന്നോട്ടുള്ള വഴികളിൽ നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു ധ്യാനിക്കുന്നില്ലേ, നമ്മളെല്ലാവരും നശിച്ചു പോകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുമ്പോൾ അതിലൂടെ ഒരു നാശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് പാപത്തിലൂടെ ചില തകർച്ചകൾ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പാപം ചെയ്യുമ്പോൾ ചില ബന്ധനങ്ങൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ബന്ധനങ്ങളിലും തകർച്ചകളിലും ദുരിതങ്ങളിലും കിടന്ന് നമ്മൾ ആരും നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉപരിയായിട്ട് ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മൾ ഇനി പാപം ചെയ്ത് തിന്മയുടെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് നാശത്തിലേക്ക് കടന്നു പോകരുത് എന്ന് നമ്മോട് അവിടുന്ന് അരുളി ചെയ്യുകയും ചെയ്യുകയാണ്. അവിടുത്തെ സ്നേഹം എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് നേരെ ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുന്നുണ്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ കരുണയുടെയും സ്നേഹത്തിന്റെയും ലക്ഷ്യം വീണ്ടും പാപം ചെയ്യുക എന്നുള്ളതല്ല, അതിനുള്ള ലൈസൻസ് നമുക്ക് നൽകപ്പെടുന്നു എന്നുള്ളതല്ല. ഉപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും പാപത്തെ വിട്ടുപേക്ഷിച്ച് ദൈവത്തിന്റെ അനന്തമായ കരുണയെയും സ്നേഹത്തെയും തിരിച്ചറിഞ്ഞ് ആ കരുണയിലേക്കും സ്നേഹത്തിലേക്കും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവത്തിന്റെ കരുണയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുക, പാപത്തെ ഉപേക്ഷിക്കുക. ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യം പ്രിയപ്പെട്ടവരെ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ തിരിച്ചറിയുക. ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറി പോയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ്, അതാണ് നോമ്പുകാലത്തിന്റെ ചൈതന്യം. ദൈവത്തിന്റെ അനന്ത കരുണയെ നമുക്ക് ഓർക്കാം, ദൈവത്തിന്റെ അനന്ത സ്നേഹത്തെ നമുക്ക് ഓർക്കാം. എന്റെ കുറവുകളിൽ അതിശയിക്കുകയോ എന്റെ കുറവുകളിൽ എന്നെ ശിക്ഷിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ദൈവമല്ല എന്റെ ദൈവം. ഉപരിയായി എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്റെ ദൈവമെന്ന് തിരിച്ചറിയുക. ആ സ്നേഹം നൽകുന്നത് നമ്മൾ ആ സ്നേഹത്തിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടാണ്, പാപത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ യാചനയോട് പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഈ ദിവസത്തിൽ ഇവരുടെ സകല കാര്യങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക അരൂപികളെയും ദുഷ്ടശക്തികളെയും ഈ ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു.
എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.